ദൂരെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഏറ്റവും ഒരു ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നല്ല ഹോട്ടലുകൾ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മളിതാ ഒരു പുതിയൊരു ഹോട്ടലാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ആബിദ ബിരിയാണി ഹോട്ടൽ, കോയമ്പത്തൂർ. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ബിരിയാണി ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ പോണത്. നോക്കാം. ആബിദ ബിരിയാണി ഹോട്ടൽ. ഇത് വന്നിട്ട് സ്ഥലം വന്നിട്ട് ഉള്ളത് ഷെബീറ, ഇത് എവിടെയാണ് സ്ഥലം? കുനിയമ്പത്തൂർ അല്ലേ? കുനിയമ്പത്തൂർ സെൻട്രലാണ് അല്ലേ ഈ സ്ഥാപനം ഉള്ളത്. ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി ഹോട്ടലാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മുൻവശങ്ങളൊക്കെ. അതുപോലെ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൈയൊക്കെ കഴുകി നേരെ പോയി ടേബിളിൽ ഇരുന്നാൽ തന്നെ നമ്മൾക്ക് അവർക്കൊരു പ്ലേറ്റ് നമ്മൾക്ക് തരും. അതിൻ്റെ മേലെ വാഴയിലൊക്കെ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ്, നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒരാൾ ബീഫുണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഫുഡാണ്. ഞാനും സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ വന്നപ്പോൾ അങ്ങനെ എന്തായാലും ആബിദ ബിരിയാണി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ സ്ഥാപനമാണ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹോട്ടലിലേക്ക് വരുന്നത്. എന്തായാലും ഫുഡൊക്കെ നമ്മൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ അവർ സപ്ലൈ ചെയ്തു. എന്തായാലും നമ്മളത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഫുഡ് നമ്മളത് പ്ലേറ്റിൽ കൊട്ടുകയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. എന്തായാലും ലൈവായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. വളരെ ചൂടുണ്ട്. ഫുഡൊക്കെ, റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളും കണ്ടില്ലേ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അത് നന്നായിട്ട് എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നല്ല കാണാനും അടിപൊളിയാണ് കേട്ടോ. ഒരു രസം, എന്താ പറയുക, ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും കഴിച്ച് നോക്കട്ടെ. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കിയിട്ട് പറയാം. അയ്യോ, സൂപ്പർ കേട്ടോ. അടിപൊളി ടേസ്റ്റ്. നല്ല കുരുമുളകിൻ്റെയും അതേപോലെ തന്നെ നല്ല, എന്താ പറയുക, റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പിസാന്നായിട്ടുണ്ട്, സ്മൂത്തായിട്ടുണ്ട്. കഴിക്കാനും പട്ടയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തിരി കച്ചമ്പറും കൂട്ടിയിട്ട് കുറച്ചൊന്ന് കഴിച്ച് നോക്കട്ടെ. കച്ചമ്പറും കൂട്ടിയിട്ട് നമുക്ക് ബിരിയാണി കഴിക്കുമ്പോൾ എങ്ങനെയുണ്ട് നോക്കട്ടെ. സാധനം പട്ടയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടുകാച്ചി ബിരിയാണി എന്ന് പറഞ്ഞാൽ കിട്ടുകാച്ചി ബിരിയാണി ഒരു രക്ഷയില്ല. സൂപ്പർ സാധനം. പുതിന അരച്ചിട്ടുള്ള ചമ്മന്തി ഇവിടുത്തെ സ്പെഷ്യലാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് പുതിനയും അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട്, ബിരിയാണി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എന്താ ലെവല് നോക്കട്ടെ കേട്ടോ. പുതിന മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്കണം. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. അങ്ങനെ ചിക്കൻ ഫ്രൈ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ നല്ല ഫ്രഷ്, നന്നായി ചൂടുണ്ടായിരുന്നു. ആവു, എൻ്റെ വായൊക്കെ പൊള്ളി. ആവു, അടിപൊളി. എൻ്റെ പൊന്നോ, കിട്ടുകാച്ചി കണ്ട. ആഹാ, നല്ല ടേസ്റ്റ്. അപ്പോൾ എനിക്കിഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക്, കോയമ്പത്തൂർ വഴിക്കൊക്കെ വരികയാണെങ്കിൽ ഒന്ന് കയറി നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം പറയൂ.